യെസ്, വി.പി. അനിൽ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. SFI, DYFI ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റാണ്. EMI സഹകരണ ആശുപത്രി ചെയർമാനായും പ്രവർത്തിച്ചിരുന്നു. ഇന്ന് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് സമാപനമാവുകയാണ്. വി.പി. അനിൽ CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നിലവിൽ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, SFI, DYFI ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റാണ്. സ്വാലിഹ് വിവരങ്ങൾ നൽകും. സ്വാലിഹ്, വിശദാംശം. അന്ന 3 ദിവസം നീണ്ടുനിന്ന സമ്മേളനം സമാപനത്തിലേക്ക് കടക്കുകയാണ്. പ്രതിനിധി സമ്മേളനം പൂർത്തിയായിരിക്കുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ എല്ലാം തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. പുതിയ ജില്ലാ സെക്രട്ടറിയായി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി.പി. അനിലിനെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം നടത്തി വിവരങ്ങൾ കൈമാറും. SFI, DYFIയുടെ ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. EMS സഹകരണ ആശുപത്രിയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളുകൂടിയാണ് വി.പി. അനിൽ. ഈ സംഘടന കെട്ടിപ്പടുക്കുന്നതിലെല്ലാം നിർണായകമായ ഇടപെടലുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ജില്ലാ സെക്രട്ടറിയായി അദ്ദേഹത്തെ പരിഗണിക്കാനുണ്ടായ ഒരു സാഹചര്യവും. ഏതായാലും സമ്മേളനം സമാപനത്തിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം നടത്തും നേതാക്കൾ. തുടർന്ന് 3 മണിയോടെ റെഡ് വോളണ്ടിയർ മാർച്ച് ആരംഭിക്കും. പൊതുസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. താനൂർ ചീരാൻ കടപ്പുറത്ത് 1,00,000 പേർ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ചോടെയാണ് പരിപാടികൾക്ക് സമാപനമാവുന്നത്. അന്ന. യെസ്, KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.